ചോദ്യം 27⁻1/6 ഇൻറ്റു 27⁻1/6 ഈക്വൽ ടു എത്ര? ഓപ്ഷൻസ് തന്നത് 3, 9, 27 ഇവയൊന്നുമല്ല. ഇത് ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ. കൃത്യംഗങ്ങൾ അഥവാ എക്സ്പോണൻസ് ഇംഗ്ലീഷിൽ. ഇതിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതിൽ പെട്ടൊരു ഇക്വേഷനാണ് ഈ ചോദ്യം. a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m+n. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും a ആണ് ബേസ്. ചോദ്യത്തിൽ 2 27 ആണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 27 എന്ന് എഴുതുക. 2 27 എഴുതണ്ട, ഒരു 27 എന്ന് എഴുതുക. m+n അതിൻ്റെ തന്ന എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ 1/6 + 1/6. അത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പോൾ 1/6 + 1/6 എന്ന് പറഞ്ഞാൽ 2/6. അപ്പോൾ 2/12 അല്ലേ എന്ന് ചിലർക്ക് സംശയം വരും. അല്ല, നമ്മൾ താഴെ വരുന്ന ഛേദങ്ങൾ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ കൂട്ടൂല കേട്ടോ. അത് ഒരേ നമ്പർ ആണെങ്കിൽ അതേ നമ്പർ എഴുതും. ഇത് രണ്ടും വ്യത്യസ്ത നമ്പർ ആണെങ്കിലോ നമ്മൾ LCM എടുത്തിട്ട് അതിനെ ഒറ്റ നമ്പറാക്കി മാറ്റിയിട്ട് എഴുതും. അപ്പോൾ LCMൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നേരെ മുകളിലുള്ളത് മാത്രം കൂട്ടുക. 1 + 1 2, 2/6. ഈ 2നെയും 6നെയും നമുക്ക് കട്ട് ചെയ്തൂടെ? ഇതിൽ രണ്ടിലും പൊതുഘടകം അതായത് കോമൺ ഫാക്ടർ ഉണ്ട്. എന്താണ്? 2. അപ്പോൾ 2നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 1 എന്ന് കിട്ടും. 6നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 27⁻1/3 എന്ന് എഴുതാം. 27⁻1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 27 ആണ്. ഈ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സംഖ്യ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ 3 നമ്പറാക്കും. 3 നമ്പർ പറഞ്ഞാൽ ഈ 3 നമ്പർ ഒരേ നമ്പറായിരിക്കണം. ക്യൂബ് റൂട്ട് ഇവിടെ 3 ആണ്. ഇവിടെ 4 ആണെങ്കിലോ ഈ ഉള്ളിലുള്ള സംഖ്യയെ നമ്മൾ 4 നമ്പറാക്കും, പക്ഷെ അത് ഒരേ നമ്പറായിരിക്കും. ഇവിടെ 3 ആണ്, അതായത് ക്യൂബ് റൂട്ട്. അപ്പോൾ നമുക്ക് 27നെ 3 നമ്പറാക്കണം, പക്ഷെ 3 നമ്പറും ഒരേ നമ്പറാകണം. അങ്ങനെയുള്ള നമ്പർ ഏതാണ്? 3. 3 × 3 × 3 എന്ന് പറഞ്ഞാൽ 27. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3 എന്ന് വരും. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഇതിൻ്റെ ഉത്തരം